തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് CPM സംസ്ഥാന നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചു പറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതൃയോഗങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയിലെ തിരുത്തലിന് പൊതുജനാഭിപ്രായം തേടാനും CPM തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം അടിമുടി ശരിവെച്ചാണ് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഏറ്റുപറച്ചിൽ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് തുറന്നു പറഞ്ഞ MV ഗോവിന്ദൻ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പാർട്ടി തള്ളിക്കളഞ്ഞത് തന്നെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ ഏറെ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് കാണുകയാണ്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി. പയ്യന്നൂരിലേത് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശകരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഇടതുമുന്നണിക്ക് വോട്ട് നഷ്ടപ്പെട്ടെന്ന് വിലയിരുത്തിയ സംസ്ഥാന നേതൃത്വം പാർട്ടിക്കുള്ളിലെ തിരുത്തലിന് പൊതുജനാഭിപ്രായം തേടാനുള്ള നിർണായക തീരുമാനവും എടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ ആകെ അഭിപ്രായം തേടാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ വഴിയും അതുപോലെ തന്നെ മെയിൽ വഴിയെല്ലാം എല്ലാവർക്കും പാർട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെങ്ങനെ നമുക്ക് വിജയകരമായി നേരിടാം, അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ജനാധിപത്യ രീതി ഞങ്ങളിതിലൂടെ കൈകാര്യം ചെയ്യാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.